ഞങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടായ ഒരു അമളികളുടെ ഒക്കെ കാര്യം പറയായിരുന്നേ. ആകെ ഒരു ദുരന്ത കഥയാണ് നടക്കുന്നത്. എന്ത് നടക്കാൻ? സോറി, നമ്മളിപ്പോ നിക്കല്ലേ. ബിഗ് ബോസ് വിളിച്ച് പറയും കള്ളൻ. ഇതാ ശരി ചേച്ചി, നേരത്തെ ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഇതാണ് നമ്മളെ എവിക്റ്റായ ആദില. ഇതാണ് നമ്മളെ എവിക്റ്റായ ആദില. ആക്കിയതാണല്ലേ. എന്നാലും ഗ്രാൻഡ് ഫിനാലേന്റെ പടിവാതിൽ കാണാൻ പറ്റാത്ത എവിക്റ്റായി പോയില്ലേ. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണെന്ന് അറിയാമോ? ഞാൻ വേറെ രീതിക്ക് തരാണ്. ബഹിരാകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ആദിലക്കുട്ടിയാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. ഞാനും എന്നെ അനുക്കുട്ടി വന്ന് ബഹിരാകാശത്ത് നിന്ന് ഇറക്കും. ഐ ട്രസ്റ്റ് മൈ അനുക്കുട്ടി. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഐ ട്രസ്റ്റ് മൈ അനുക്കുട്ടി. ഐ ഡോണ്ട് തിങ്ക് സോ. അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചല്? നീ ഞാൻ രീതിയിൽ നോക്കിയ ബിഗ് ബോസ് കഴിഞ്ഞു. വാ വാ വാ, അല്ല താഴ്ത്തിറങ്ങ് താഴ്ത്തി. കിളി പോയി. ഒരു കിളിയല്ല, രണ്ട് കിളി. ഗെയിമൊക്കെ കഴിഞ്ഞാൽ നല്ല സ്വഭാവമായിട്ടും തിരിച്ചു വരുമായിരിക്കും. കളിയാക്കല്ലേ, കാരണന്മാരെ കളിയാക്കല്ലേ, പാമ്പോത്ത്. പക്ഷെ എന്നോട് അനുമോള് പറഞ്ഞത് പുറത്തിറങ്ങിയാല് അതിലായിട്ട് കൂട്ടുവെക്കൂലെന്നാ. ഇവിടെ പറയാൻ ഇത്ര ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? സത്യമായിട്ടും ദേഷ്യത്തിൽ പറയുന്ന ഒരു പെണ്ണാണ് അവൾ. എനിക്കറിയാം. നീ പോയോ? അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ഭ്രാന്താണ് ഗൈസ്. നിങ്ങൾ അതൊന്നും ഞമ്മക്കൊക്കെ എന്ത് ഗെയിം കളിക്കാന്. അല്ല, ഗെയിം കളിച്ച ആൾക്കാരുണ്ട് കേട്ടാ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയം ഉണ്ടോ? എന്നിട്ട് തകർത്തെറിഞ്ഞു പോയ ആൾക്കാരുണ്ട്. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? പറയൂ. ഞാൻ ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും.